ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാനുണ്ടായത് വൻ നാശനഷ്ടം. ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ 20% സൗകര്യങ്ങൾ തകർക്കപ്പെട്ടു. ഒരു സ്ക്വാഡ്രൺ ലീഡർ ഉൾപ്പെടെ 50 സൈനികരും കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഭാഗത്ത് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് പാകിസ്ഥാൻ വ്യോമസേനയ്ക്കാണ്. നിലവിൽ വ്യോമസേനയ്ക്കുണ്ടായിരുന്ന സൗകര്യങ്ങളിൽ 20% നശിപ്പിക്കപ്പെട്ടു. പാകിസ്ഥാനിലെ 1 ഡസനിലധികം സൈനിക താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൽ പകുതിയിലേറെയും വ്യോമത്താവളങ്ങളാണ്. വളരെ ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ വഴിയാണ് ഇന്ത്യൻ സേന ആക്രമണ വ്യാപ്തി തെളിവ് സഹിതം സ്ഥിരീകരിക്കുന്നത്. സിന്ധിലെ സുക്കൂർ, റാവൽപിണ്ടിയിലെ നൂർഖാൻ, തെക്കൻ പഞ്ചാബിലെ റഹീമിയാർ ഖാൻ, സർഗോധയിലെ മുഷബ്, വടക്കൻ സിന്ധിലെ ജേക്കബാബാദ്, ബൊളാരി എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങളിൽ കനത്ത നാശമുണ്ടായതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. വിമാന ഹാങ്കറുകളും റൺവേയും അടക്കം പൂർണ്ണമായും തകർന്നതും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിരവധി കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട്. സിന്ധിലെ ബൊലാരി വ്യോമത്താവളത്തിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് അടക്കം 50 പേർ കൊല്ലപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അബദ്ധത്തിൽ അതിർത്തി മറികടന്നപ്പോൾ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ ഇന്ത്യക്ക് കൈമാറി. ഏപ്രിൽ 23-ന് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത BSF ജവാൻ പൂർണ്ണം കുമാർ സാഹുവിനെയാണ് ഇന്ന് രാവിലെ ഇന്ത്യക്ക് കൈമാറിയത്. രാവിലെ 10:30-ന് അമൃത്സറിലെ അട്ടാരി ജോയിന്റ് ചെക്ക് പോസ്റ്റ് വഴി ഇന്ത്യക്ക് കൈമാറിയെന്ന് BSF പ്രസ്താവനയിലൂടെ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള പിരിമുറുക്കത്തിനിടെ ആയിരുന്നു BSF ജവാൻ കസ്റ്റഡിയിലാകുന്നത്. അതേസമയം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്ന് ഇന്ത്യ പിടികൂടിയ പാകിസ്ഥാൻ റേഞ്ചിനെ പാകിസ്ഥാനും കൈമാറി. കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ച മധ്യപ്രദേശ് മന്ത്രിക്കെതിരെ BJP നടപടിയെടുക്കുമെന്ന സൂചന. പരാമർശത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് മന്ത്രി വിജയ് ഷായ്ക്ക് നോട്ടീസ് നൽകും. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ച ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദിജി പാഠം പഠിപ്പിച്ചു എന്നായിരുന്നു വിജയ് ഷാ പറഞ്ഞത്. സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച വിജയ് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു.